ഒരച്ഛൻ്റെ ദുഃഖം എന്ന് പറയുന്നത് അത് എത്രത്തോളം പറഞ്ഞാൽ ഒരു പക്ഷേ ആൾക്കാർക്ക് എങ്കിൽ പോലും കേരളം മുഴുവൻ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവരെല്ലാവരും മിഥുൻ്റെ രക്ഷകർത്താക്കളായി മാറി. മനുവിനെ ചേർത്ത് പിടിക്കുകയാണ്. മനുവിനോടൊപ്പം ഉണ്ട്, എല്ലാ സുഹൃത്തുക്കളും ഉണ്ട്, നാടുണ്ട്, ഈ ജനത മുഴുവൻ മനുവിൻ്റെ കുടുംബത്തോടൊപ്പം. ഇളയാളുണ്ട്, അത് അമ്മയുടെ മോൻ. ഇത് അമ്മ വഴക്ക് പറഞ്ഞാലും എൻ്റെ അപ്പനെ ഒന്നും പറയില്ല എന്ന് പറയുന്ന രീതിയിലൊരു മോനായത്. ഒരു ദിവസം ഇയാൾ ഫോറടിച്ചിട്ട് തോപ്പിച്ചെന്നെ, എന്നിട്ട് കളിയാക്കുമായിരുന്നു ഒക്കെയാണ് പരിപാടി. പക്ഷേ ഞാൻ ഓടി അവിടുന്ന്, കളി തോറ്റപ്പോഴേ ഓടി. കൂട്ടുകാരെന്നുണ്ട് ഞാനും എൻ്റെ മക്കളോട്ടെ ആ ഒരു രീതിയാണ്. രാവിലെ ഇച്ചിരി താമസിച്ച് പോയി. അപ്പോൾ ഒരെണ്ണം എടുത്ത് കഴിച്ചിട്ട് അപ്പം പെട്ടെന്ന് വണ്ടി എടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരെണ്ണം എടുത്ത് എൻ്റെ വണ്ടിയുടെ പുറകെ ഇരുന്നുകൊണ്ടാണ് കഴിച്ചെൻ്റെ മോൻ. എന്നിട്ട് ഒരെണ്ണം മനേച്ചാരോട് പറഞ്ഞ് എനിക്കിച്ച് വെച്ചേക്കണേ, ഒരെണ്ണം വെച്ചേക്കണേടാന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളങ്ങനെ പോന്നെ പോയി കൊണ്ടാക്കി. പിന്നെ തിരിച്ച് നമുക്ക് ഈ ഒരു അവസ്ഥയിൽ കിട്ടി എന്നുള്ളതേ. അടക്കി പിടിച്ച് വെക്കുമ്പോഴും മനുവിന് എത്രത്തോളം സങ്കടമുണ്ട്, വേദനയുണ്ടെന്ന് ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ എനിക്ക് നേരിട്ട് മനസ്സിലാവുന്നുണ്ട്. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ വിളന്തറ എന്ന കൊച്ചു ഗ്രാമത്തിലാണ്. തേവലക്കരയിലെ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുൻ്റെ വീടിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മിഥുൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു കെട്ടുറപ്പുള്ള, അടച്ചുറപ്പുള്ള ഒരു നല്ല വീട്. അവൻ്റെ ആ സ്വപ്നം വീടിൻ്റെ ഭിത്തിയിൽ പലതവണ അവൻ വരച്ചു വെച്ചിരുന്നു. മിഥുൻ ഇന്ന് നമ്മളോടൊപ്പമില്ല. മിഥുന് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ നേതൃത്വത്തിൽ ഒരു വീട് വെച്ച് നൽകുകയാണ്. അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. നമുക്കൊന്ന് കാണാം. എനിക്ക് പിന്നിലായി കാണുന്ന ഈ കുഴിമാടത്തിലാണ് മിഥുൻ ഉറങ്ങുന്നത്. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ജീവിച്ച ആ 13 വയസ്സുകാരൻ്റെ സ്വപ്നം ഇന്ന് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യാഥാർത്ഥ്യമാക്കി കൊടുക്കുകയാണ്. മിഥുൻ ഇന്ന് നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ പോലും അവൻ്റെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, അവൻ്റെ ആഗ്രഹം സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുകയാണ്. ആ കാണുന്നതാണ് പുതുതായി വെക്കാൻ പോകുന്ന വീടിൻ്റെ തറക്കല്ല് ഇട്ടിരിക്കുന്നത്. നമുക്ക് മിഥുൻ്റെ അച്ഛനുണ്ട്. മിഥുൻ്റെ അച്ഛനുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. മനു, നമസ്കാരം. മനുവിനോട് എങ്ങനെ വർത്തമാനം പറയാമെന്ന് അറിയില്ല. കാരണം മനു എൻ്റെ സ്നേഹിതനാണ്, എൻ്റെ നാട്ടുകാരനാണ്. ഞങ്ങൾ ഒരുമിച്ച് നടന്നിട്ടുള്ളവരാണ്. മനുവിൻ്റെ മകനാണ് ഈ മരണപ്പെട്ട മിഥുൻ. ഇപ്പോൾ അവൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു നല്ല വീട്. അവനത് ഭിത്തിയിലൊക്കെ വരച്ച് വെക്കുകയും ഒരുപാട് ആഗ്രഹം പറയുകയും ഇന്ന് അവൻ നമ്മളോടൊപ്പം ഇല്ല. അവൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഇന്ന് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് നടത്തി കൊടുക്കുകയാണ്. അതിൻ്റെ ഓർമ്മകൾ ഒന്ന് പറയാമോ നമുക്ക്? ഓർമ്മകളെന്ന് പറഞ്ഞാൽ അറിയാം, എനിക്കൊരു വയ്യാഴിമകൾ വന്നാലും എന്ത് കാര്യം വന്നാലും എന്നെ ഒരു 13 വയസ്സുകാരൻ്റെ പ്രവൃത്തിയില്ല പുള്ളി ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ കൃത്യമായിട്ട് കൊണ്ടുപോകും. ഞാൻ ഇളയാക്കൊരു കണ്ണോപ്പറേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ കണ്ണമ്മൂല ഹോസ്പിറ്റലിൽ വെച്ച്. അപ്പോൾ ഞാൻ എന്തോ മരുന്നിന് എൻ്റെ ഇപ്പോൾ ഞാൻ ഓടി താഴെ ഇറങ്ങി. പക്ഷെ തിരിച്ചെനിക്ക് കയറിപ്പോകാൻ അറിയത്തില്ല. അപ്പോൾ എൻ്റെ മോൻ കയറി അപ്പോൾ ഇങ്ങനെ കയറി പോകണമെന്ന് നിൽക്കണമെന്ന് ഞാൻ നമ്മളാ ഒരു ടെൻഷൻ നിൽക്കുമ്പോൾ അതോണൊക്കെ തന്നെ ഇവിടെ എൻ്റെ കാര്യങ്ങളുണ്ടായാലും എൻ്റെ പുള്ളിയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇളയാളുണ്ട്, അത് അമ്മയുടെ മോൻ. ഇത് അമ്മ വഴക്ക് പറഞ്ഞാലും എൻ്റെ അപ്പനെ ഒന്നും പറയില്ല എന്ന് പറയുന്ന രീതിയിലൊരു മോനായത്. പ്രായത്തിനേക്കാൾ കൂടുതലൊരു പക്വത അവൻ കാണിച്ചിരുന്നു. അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പട്ടാളക്കാരനാണ്. തീർച്ചയായിട്ടും അതിനാ നമ്മൾ സ്പോർട്സിൽ ഭയങ്കര താല്പര്യം. അറിയാം, ഫുട്ബോൾ നമ്മൾ ക്രിക്കറ്റ് കളിക്കാനുള്ള ഗ്രൗണ്ടിലേ. അപ്പം എല്ലാ ദിവസവും ഞാനും കളിക്കും, ഞാനും മക്കളോടെ പോയി കളിക്കുന്നത്. അപ്പം 10-20 പേര് കാണും കളിക്കാൻ. അപ്പം നമ്മുടെ ഗ്രൗണ്ടിൽ, നമ്മുടെ ഇവിടുത്തെ ഗ്രൗണ്ടിൽ മണ്ണെടുത്തെടുത്ത് അപ്പോൾ 20-25-30 പേരൊക്കെ കാണും ചില ദിവസങ്ങളിൽ. അപ്പം ഞങ്ങൾ എല്ലാ ദിവസവും തോൽപ്പിക്കും. ഒരു ദിവസം ഇയാൾ ഫോറടിച്ചിട്ട് തോപ്പിച്ചെന്നെ, എന്നിട്ട് കളിയാക്കുമായിരുന്നു ഒക്കെയാണ് പരിപാടി. പക്ഷേ ഞാൻ ഓടി അവിടുന്ന്, കളി തോറ്റപ്പോഴേ ഓടി. എന്നുവെച്ചാൽ പുള്ളിയാണ് ഒരു രസവാളിയാ. അച്ഛനൊരിതില്ലടിയാ, അച്ഛനും അപ്പനും ഒരു വേരിയില്ലല്ലോ. ഒരു കൂട്ടുകാരെന്നുണ്ട് ഞാനും എൻ്റെ മക്കളോട്ടെ ആ ഒരു രീതിയാണ്. അവന് അന്ന് രാവിലെ അളിയൻ സ്കൂളിൽ കൊണ്ടുവിട്ടത് ഇല്ല, എന്തായിരുന്നു നടന്നത്? ട്യൂഷൻ സെൻറ്ററിൽ കൊണ്ടാക്കി രാവിലെ. അന്ന് ഞങ്ങളുടെ ഈ വീട്ടിലായിരുന്നു, ഇവിടെ വീടുണ്ടായിരുന്നല്ലോ. ഈ വീട് മൊത്തത്തിൽ പൊളിഞ്ഞിരുന്നതല്ലേ? മൊത്തം പോയി, പഴയ വീടല്ലേ അത്. ആണ്ട് ഇവിടെ കിടന്നിട്ട് രാവിലെ ബാത്റൂമിൽ കയറാൻ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്തുകൊണ്ട് കൊടുത്തിട്ട് എല്ലാം ചെയ്തിട്ട് പിന്നെ ഇവിടുന്ന് അപ്പുറത്തെ വീട്ടിൽ, അപ്പുറത്ത് ഞങ്ങളുടെ അമ്മമാരിപ്പം ഞങ്ങളുടെ അമ്മ നിൽക്കുന്നൊരു വീടുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് കുളിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ മോനെയും കയറ്റിയിട്ട് ടൂറിൽ കൊണ്ടാക്കിയിട്ട് അപ്പം തിരിഞ്ഞ് നോക്കിയിട്ട് പറഞ്ഞ് വിട്ടോ എന്ന് പറഞ്ഞ്. ഞാൻ ഇല്ലല്ല, നീ പോയിട്ട് കണ്ടിട്ടേ അപ്പം പോകുന്നുള്ളൂ
എന്തുവാ തിരിഞ്ഞ് നോക്കിയിട്ട് 3-4 വെട്ടേ അളിയാ എന്തോ ചിരിച്ചിട്ട് അപ്പാ പോയിക്കോ അപ്പാ ഞാൻ പറഞ്ഞാൽ ശരി പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് എന്തോ ചെയ്യാൻ. ഈ ഇളയാളും ഇവനും ഭയങ്കര കൂട്ടാണ്. സാധാരണ വീടുകളിൽ കൂട്ടുകാരെന്ന് വെച്ചാൽ ഭയങ്കര വിഷയം. നല്ല രസമാണ് കാണുന്നത്. 2 പേരുണ്ടെങ്കിലേ 2 പേരല്ല, ഞങ്ങൾ 3 പേരും കൂടെ എന്ന് വെച്ചാൽ ഗുസ്തി കൂടെ കവും പിന്നെ എന്തുവാ എല്ലാ കാര്യത്തിനും അങ്ങനെ. ഇവന് സ്കൂളിൽ പോകാൻ നേരം ഇവൻ രാവിലെ അഥവാ ഭക്ഷണം കഴിച്ചില്ല, ഭക്ഷണം എടുത്ത് വെച്ചേക്കണേ. അല്ല അത് അങ്ങനല്ല അളിയാ, എന്തുവാ രാവിലെ ഇച്ചിരി താമസിച്ച് പോയി. അപ്പോൾ ഒരെണ്ണം എടുത്ത് കഴിച്ചിട്ട് അപ്പോൾ പെട്ടെന്ന് വണ്ടി എടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരെണ്ണം എടുത്ത് എൻ്റെ വണ്ടിയുടെ പുറകെ ഇരുന്നുകൊണ്ടാണ് കഴിച്ചെൻ്റെ മോൻ. എന്നിട്ട് ഒരെണ്ണം മനേച്ചാരോട് പറഞ്ഞ് എനിക്കിച്ച് വെച്ചേക്കണേ, ഒരെണ്ണം വെച്ചേക്കണേടാന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ പോന്നെ പോയിക്കൊണ്ടാക്കി. പിന്നെ തിരിച്ച് നമുക്ക് ഈ ഒരു അവസ്ഥയിൽ കിട്ടി എന്നുള്ളതേ ഉള്ളൂ. ഇത് സ്കൂളുകാരുടെ ഭാഗത്തു നിന്നൊക്കെ എല്ലാവരും പിന്നെ ഒരു മകൻ്റെ കാര്യമാകുമ്പോൾ എല്ലാവരും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും എല്ലാം ഫുൾ സപ്പോർട്ട്, എല്ലാവരും വരികയും ഫുൾ സപ്പോർട്ട്. മന്ത്രിമാരൊക്കെ പിന്നെ തീർച്ചയായിട്ടും എല്ലാവരും ഇവിടെ വന്നു. ഇപ്പോൾ ഈ വീട് വെക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞാണോ അതെന്തായിരുന്നു? അല്ല അത് സാറുമാർ തന്നെ ഇങ്ങോട്ട് വെച്ച് തരാം. സ്കൂളിലെ അധ്യാപകർ അല്ല സ്കൗട്ട് ആൻഡ് ടീമിൻ്റെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ അത് അവരായിട്ട് വെച്ച് തരുമോ നമുക്ക്. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം പോലെ തന്നെ അവർ വെച്ച് തരാനുള്ള. അവൻ എത്രത്തോളം ആഗ്രഹിച്ചു ആ വീട് നമുക്ക് ആ ഒരു സ്ഥാനത്ത്, അതേ സ്ഥാനത്ത് തന്നെ അല്ലേ? തീർച്ചയായിട്ടും. അവൻ്റെ അമ്മ ഇവിടുന്ന് 3 മാസം മുമ്പാണ് പോയത്. അല്ല അളിയാ 5 മാസത്തോളമായി പോയിട്ട് പുള്ളിക്കാരത്തി. പിന്നെ ഈ 5-ാമത്തെ മാസമായപ്പോഴാണ് ഇവർ തുർക്കിയിലോട്ട് പോകുന്നത്. അവർക്ക് ഈ നമ്മുടെ ചൂട് കുവൈറ്റ് ചൂടായതിനെ കൊണ്ടോ എന്തോ വെക്കേഷനോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയത്. എന്നിട്ട് അപ്പോൾ അവിടെ വിസിറ്റിംഗ് വിസയിലാണോ പോയത് അതോ എല്ലാ വിസ എടുത്ത് പോയതാണ്? വിസ എടുത്ത് പോയതല്ലേ കുവൈറ്റിലേ. പിന്നെ ഇവർ അവിടുത്തുകാർ ആ വീട്ടുകാർ അറബി കുടുംബമാണ്, അവർ കൊണ്ടുപോയതാണ്. എന്നിട്ട് പക്ഷെ ഇവരെ ബന്ധപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇച്ചിരി 2-3 ദിവസം കൂടിയിരുന്ന് എന്നെ വിളിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നത് ഞാൻ വിളിച്ചില്ലെങ്കിൽ വിഷമിക്കരുതേ, ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരും. കാരണം വൈഫൈ റൂമിൽ വന്നൊക്കെ ഓണാക്കിയാലേ, കാരണം എല്ലാ കറക്കുവാനെ കൊണ്ട് അപ്പം അങ്ങനെ. എന്നിട്ട് വന്ന് വൈകുന്നേരം വിളിച്ച് കിട്ടിക്കില്ല. ഇവർ ഫോൺ ഓണാക്കിയപ്പോൾ തന്നെ ഇവർ കണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഇതൊക്കെ മോനൊരു ചെറിയ ആക്സിഡൻറ്റ് പറ്റി, എങ്ങനെ പറയണമെന്ന് അറിയാൻ. ആക്സിഡൻറ്റ് ചെറുതായിട്ടൊന്ന് പറ്റിയിട്ടുണ്ട്, പുള്ളിക്കാലത്തിൽ അങ്ങനെ പറയാൻ പറ്റും നമുക്ക്. ഞാൻ എന്നോട് കള്ളം പറയണ്ട, ഞാനിതെല്ലാം അറിഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അവരോട് ഈ ഫോൺ കൊടുക്കാൻ പറഞ്ഞു, മറ്റേ അവിടുത്തെ അമ്മയുടെയും ബാബയുടെയും ഒക്കെ കയ്യിൽ. പിന്നെ അവരുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ അവർ പെട്ടെന്ന് തന്നെ അവിടുന്ന് തുർക്കിയിൽ നിന്ന് കുവൈറ്റ് ബാബ കൊണ്ടാക്കി, കുടുംബത്തോടൊപ്പം തന്നെ ഇസ്താംബുൾ എയർപോർട്ടിൽ കൊണ്ടാക്കിയിട്ട് അവിടുന്ന് പിന്നെ ബാബയും കൂടെ സുജയുടെ കൂടെ കുവൈറ്റിൽ വന്നിട്ട് കുവൈറ്റ് എയർപോർട്ടിൽ നിന്ന് കയറ്റിയിട്ടാണ് ബാബ പോയത്. ഇതിൻ്റെ പേരിൽ എല്ലാവരും ഒത്തൊരുമയോടല്ലേ? തീർച്ചയായിട്ടും. ഒരു കാര്യം വന്നപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഞാൻ പറഞ്ഞ രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് തന്നെ എല്ലാ കാര്യത്തിനും നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് എടുക്കാനായിട്ട് എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. അത് നമുക്ക് വളരെ ഒരു ആശ്വാസമായിരുന്നു. എല്ലാവരും ഇപ്പം മനുവിനെ വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ്. മനു ഇങ്ങനെ ഈ അടക്കി പിടിച്ച് വെക്കുമ്പോഴും മനുവിന് എത്രത്തോളം സങ്കടമുണ്ട്, വേദനയുണ്ടെന്ന് ഒരു സുഹൃത്തെന്നുള്ള നിലയിൽ എനിക്ക് നേരിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വലിയ ചാനലുകളൊക്കെ വന്നിങ്ങനെ സംസാരിക്കുമ്പോൾ പോലും നമ്മളൊന്ന് മാറി നിന്നത്. കാരണം ആ ഒരു വേദന കണ്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ദുഃഖം ഇപ്പോൾ എൻ്റെ വീട്ടിലെ ഒരു കുഞ്ഞിനെ സംഭവിച്ച അതേ അനുഭവം തന്നെയാണ്. മനുവിൻ്റെ മനെന്ന് പറയുമ്പോൾ നമ്മുടെ സ്നേഹിതൻ്റെ മകനാണ്. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞിന് സംഭവിച്ചൊരു വേദനയായിട്ട് തന്നെയാണ് ഇത് കണ്ടത്. വളരെ ദുഃഖമുണ്ട്. പക്ഷേ നമുക്കതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് പോലും അറിയാത്തൊരു അവസ്ഥയാണ്. കാരണം അവനെ അടക്കം ചെയ്തിരിക്കുന്ന മണ്ണിന് മുന്നിൽ അതിനോട് ചേർന്നാണ് ഞങ്ങൾ രണ്ടും നിൽക്കുന്നത്. ഒരച്ഛൻ്റെ ദുഃഖം എന്ന് പറയുന്നത് അത് എത്രത്തോളം പറഞ്ഞാൽ ഒരു പക്ഷേ ആൾക്കാർക്ക് എങ്കിൽ പോലും കേരളം മുഴുവൻ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവരെല്ലാവരും മിഥുൻ്റെ രക്ഷകർത്താക്കളായി മാറി, മനുവിൻ്റെ ബന്ധുക്കളായി മാറി, മനുവിൻ്റെ കുടുംബത്തിൻ്റെ ഒപ്പം നിന്ന് ഒരു കാഴ്ചയാണ് കേരളം മുഴുവൻ കണ്ടത്. മുഴുവൻ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും മനുവിനൊപ്പം, മിഥുൻ്റെ കുടുംബത്തിനൊപ്പം നിന്നു. ഇപ്പോൾ അവൻ്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. അവൻ നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ പോലും അവൻ്റെ അനിയനും അമ്മയ്ക്കും അച്ഛനും ഒക്കെ നല്ല രീതിയിൽ താമസിക്കാനുള്ള ഒരു കൊച്ചു വീട്, അവൻ്റെ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ളൊരു വീട് പണി തുടങ്ങുകയാണ്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സാറ് എത്തി അതിന് തറക്കല്ലിട്ടു. ഇവിടുത്തെ എല്ലാ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും ഒക്കെ മനുവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു.
ഇപ്പോഴും ഉണ്ട്. ഗവൺമെൻറ് പൂർണ്ണ പിന്തുണ നൽകി പ്രതിപക്ഷ സംഘടനകളും എല്ലാവരും മനുവിൻ്റെ കുടുംബത്തിന്, മിഥുൻ്റെ കുടുംബത്തിന് സഹായം കിട്ടണം, അവരെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒപ്പം നിന്നവരാണ്. അവനെ ശരിക്കും മിസ് ചെയ്യുന്നില്ലേ? അറിയാം, അത് ഞാനൊരു മാധ്യമപ്രവർത്തകനായിട്ടല്ല മനുവിൻ്റെ ഒപ്പം നിൽക്കുന്നത്. കാരണം പറയാൻ പറ്റത്തില്ല, ഞാൻ ഒരു മാധ്യമപ്രവർത്തകനായിട്ട് എനിക്കിപ്പോഴും ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. കാരണം ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാടാണ്, എൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ എങ്കിലും വളരെ വേദനയുണ്ട്. ചില വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയാത്തത്ര പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഏറ്റവും ദുഃഖകരമായൊരു അവസ്ഥയിലാണ് ഈ വിവരം പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം നമ്മളുടെ എങ്ങനെ പറയണമെന്നറിയില്ല. മനുവിനെ ചേർത്ത് പിടിക്കുകയാണ്, മനുവിനോടൊപ്പം ഉണ്ട്, എല്ലാ സുഹൃത്തുക്കളും ഉണ്ട്, നാടുണ്ട്, ഈ ജനത മുഴുവൻ മനുവിൻ്റെ കുടുംബത്തോടൊപ്പം. മിഥുൻ്റെ ഓർമ്മകൾ നിറയുന്ന ഈ മണ്ണിൽ, അവൻ ഓടിക്കളിച്ച ഈ മണ്ണിൽ, അവൻ കളിച്ചു വളർന്ന ഈ മണ്ണിൽ, അവനെ എന്നും സ്കൂളിലെത്തിച്ച് ട്യൂഷൻ സെൻറ്ററിലെത്തിച്ച് മടങ്ങി ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു അച്ഛൻ, ആ ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഈ മണ്ണിൽ മനുവിന് അത് സഹിക്കാനുള്ള ഒരു മനസ്സ് പ്രകൃതി കൊടുക്കട്ടെ, ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.